അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ വിജയിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവണം എന്ന ആഗ്രഹം ഉള്ള ആളുകളായിരിക്കാം. ചില ആളുകളൊക്കെ ജീവിതത്തിൽ സക്സസ് ആയവരുണ്ടാവാം, ചില ആളുകൾ ജീവിതത്തിൽ സക്സസ് ആവാണ്ട് ഇപ്പോഴും അതിനെന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്നവരും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ കുഞ്ഞൊരു കഥയാണ്, ഇതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കുക എന്ന് ആലോചിച്ച് നടന്ന് ചെന്നെത്തിയത് ഒരു സന്യാസിൻ്റെ പക്കലാണ്. എന്നിട്ട് ആ സന്യാസിൻ്റെ അടുത്ത് അയാൾ ചോദിച്ചു, അല്ലയോ സന്യാസി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കണം, എന്തെങ്കിലും രഹസ്യം നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം ആ സന്യാസി മൗനം പാലിച്ചിട്ട് എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഒരു നദിക്കരേൻ്റെ അടുത്തൊന്ന് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ആ സന്യാസിയോടൊപ്പം നദിക്കരയിലോട്ട് പോയി. എന്നിട്ട് സന്യാസി പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള രഹസ്യം ഈ നദിക്കരയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒന്ന് ആ ഒരു വ്യക്തി ഒന്ന് ആലോചിച്ചു, എന്തായിരിക്കും ഈ ഒരു നദിയിൽ രഹസ്യം ഉണ്ടായിരിക്കുക എന്ന്. എന്നിട്ട് ആ സന്യാസി അയാളോട് പറഞ്ഞു, കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ അതുപോലെ ചെയ്തു. എന്നിട്ട് സന്യാസിയോട് ചോദിച്ചു, ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ, എന്താണ് ആ രഹസ്യം എന്ന്. അതിനുശേഷം ഈ സന്യാസി പോയിട്ട് അയാളെ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുക്കി. അപ്പോൾ അയാൾ എന്താണ് ഈ സന്യാസി ചെയ്യണതെന്ന് കുറച്ച് നേരം ഒന്ന് അന്തം വിട്ടൊന്ന് ആലോചിച്ച് നിന്നു. പക്ഷേ ആ സന്യാസി അയാളെ മുക്കിക്കൊണ്ടേയിരുന്നു. അയാൾ കൂടുതൽ ശക്തിയിൽ പൊങ്ങി വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് പറ്റുന്നില്ല. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് സന്യാസി ഇയാളെ മുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം താൻ വലിയ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സമയത്ത് ഈ ഒരു യുവാവ് പൂർവാധിക ശക്തിയോടുകൂടി ആ സന്യാസീനെ തട്ടി മാറ്റിയിട്ട് മുകളിലേക്ക് വന്നു. എന്നിട്ട് ആ സന്യാസിൻ്റെ അടുത്ത് വലിയ ദേഷ്യത്തിൽ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ വിജയത്തിൻ്റെ രഹസ്യം കാണിച്ചു തരാം അല്ലെങ്കിൽ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊല്ലാനാണോ ശ്രമിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാളുടെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് സന്യാസി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു കേട്ടോ, ഞാൻ ആദ്യം നിന്നെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കുന്ന സമയം നീ വളരെ കുറച്ച് മാത്രമാണ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രക്ഷപ്പെടാനായിട്ട്. പക്ഷേ നീ വെള്ളത്തിൽ പിന്നെയും മുങ്ങി താഴുമെന്ന് ഉറപ്പായപ്പോൾ നീ എന്താ കാട്ടിയത്? പൂർവാധികം ശക്തി എടുത്തുകൊണ്ട് എന്നെ തട്ടി മാറ്റി നീ മുകളിലോട്ട് കയറി വന്നു. അത് തന്നെയാണ് ആ വിജയത്തിലേക്കുള്ള രഹസ്യം എന്ന് പറയാണ്. അതായത് ഒരു ഉദാഹരണം ആ സന്യാസികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ നമുക്ക് വിജയിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നടക്കില്ല. അതിനായിട്ട് നമ്മൾ പൂർവാധികം ശക്തി അല്ലെങ്കിൽ പൂർവാധികം എഫേർട്ട് ഇട്ടതിൽ കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയറി ആരും രക്ഷപ്പെട്ടവരൊന്നും ഉണ്ടാവില്ല ദുനിയാവിൽ. അപ്പോൾ മാക്സിമം നമുക്ക് വിജയിക്കാൻ എത്രത്തോളം കഷ്ടപ്പെടണം അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് നമ്മൾ കൊടുക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ട സമയം എനിക്കും ഒരുപാട് പോയിൻറ്റ്സ് എൻ്റെ മൈൻഡിൽ പോയിട്ടുണ്ട്. നമുക്കും അനുഭവങ്ങളുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് വേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മൾ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴികൾ എപ്പോഴും വളരെ വളരെ കഷ്ടമുള്ളതായിരിക്കും. ആ ഒരു കഷ്ടമുള്ള വഴികളെ നമ്മൾ ബുദ്ധിപൂർവം യുക്തിപൂർവം ശക്തിപൂർവം നമ്മളത് നേരിടണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ.